ഇവിടെ ദീർഘ നല്ല മധുര പരിഹാരമാണ്. കേക്കോ അതല്ലെങ്കിൽ മറ്റേ സാധാരണ പറയാ നമ്മൾ കേക്ക് കുടിക്കുന്നില്ലേ, ആഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ലഡുവും ജിലേബിയും ജലം നല്ല മധുരം കൊടുക്കണം. എല്ലാ വീടും കാണണം, എല്ലാവരും പോകണം, എല്ലാ നാട്ടുകാരും പോകണം. അപ്പൊ എനിക്ക് പറഞ്ഞപ്പോ വയനാട് ജില്ലയിൽ ഞങ്ങൾ നോക്കിയപ്പോ ഒരു സ്ഥലത്ത് ഒരു വാർഡിൽ തന്നെ 68 വീട്, 68 വീട് കേക്ക് കുടിക്കണം. 68 വീടിന് ഒരു ചെറിയ വാർഡിന്റെ അകത്ത് എവിടെ കുടിക്കാനോ, അതും ആദിവാസികളാണ്. അവസാനം തീരുമാനിച്ചു കേക്ക് വേണ്ട, നമുക്ക് ലഡു കൊടുക്കാം. അത് ലഡു ലഡു ഓരോ 68 ലഡു വേണ്ട, മറ്റേ കേക്ക് വേണ്ട. ഇപ്പൊ 68 ലഡു അതൊക്കെ 150 വാങ്ങിയാൽ മതിയല്ലോ. കേരളം ആഘോഷിക്കാൻ പോവാണ്. 5 ലക്ഷം വീട് പൂർത്തിയാകുന്ന ദിവസം കേരളം ആഘോഷിക്കും. ഇതേപോലൊരു ആഘോഷം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പൊ നവംബർ 1 കേരളപ്പിറവിക്കും. നവംബർ 1 ഇന്ത്യയിലല്ല ലോകത്ത് ചൈന കഴിഞ്ഞാൽ അതിദാരിദ്ര്യം അവസാനിപ്പിച്ച നാട് കേരളമാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന നവംബർ 1 തീയതി 2025 നവംബർ 1 തീയതി ഈ കേരളക്കരയിലെ വാർഡുകളിൽ മുഴുവൻ പായസം വെച്ചിട്ട് ജനങ്ങൾ ആഘോഷിക്കുന്നു. അത് ലോകോത്തരമായ ഒന്നാണ്, ലോകത്തടയാളപ്പെടുത്തുന്ന ഒരു പ്രശ്നമാണ്. അതുപോലെയാണ് ഇങ്ങനെ ഓരോന്നോരോന്ന്. ഞാനിതിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ സമയമില്ല. ഇന്നത്തെ ഈ യാത ശ്രീകണ്ഠാപുരവും കഴിഞ്ഞ് ഇരിട്ടിയിലാണ് സമാപിക്കുന്നത്. ഇരിട്ടി എന്ന് പറയുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോൾ ഇരിട്ടിയിൽ തന്നെ ആന വന്നിരിക്കും, അതാണ് സ്ഥിതി. അപ്പോൾ ഇരിട്ടിയിൽ നേരത്തെ പോയിട്ടില്ലെങ്കിൽ അത് ശരിക്കൊള്ളില്ല. അവിടെ ഞാൻ കൂടുതൽ വിശദീകരിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അടിസ്ഥാന വികസനം ശരിയായി. ഇനി നമുക്ക് എന്ത് വേണം? വീട് വേണം. ദാരിദ്ര്യം ഇപ്പോൾ അവസാനിപ്പിക്കണം. ഇപ്പോൾ അതിദാരിദ്ര്യം മാത്രമേ അവസാനിപ്പിച്ചിട്ടുള്ളൂ. ഇനി ദാരിദ്ര്യം അവസാനിപ്പിക്കണം. നമുക്ക് തൊഴിലില്ലായ്മയുണ്ട്, തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കണം. തൊഴിലില്ലായ്മ പരിഹരിക്കാനാവുമെന്ന് തെളിയിച്ച നാടാണ് തളിപ്പറമ്പ്. ഒരു കൊല്ലം കൊണ്ട് ഏതാണ്ട് 2000 ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കണക്റ്റിംഗ് തളിപ്പറമ്പ് എന്ന പുതിയ പദ്ധതി അനുസരിച്ച് ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി നമ്മൾ നടത്തിയ ഇടപെടലിലൂടെ 2000-ഓളം ചെറുപ്പക്കാരികൾക്ക് വിദേശത്തും ഇന്ത്യയിലും കേരളത്തിന്റെ വിവിധ മേഖലയിലും തൊഴിൽ കൊടുക്കാൻ കണക്റ്റിംഗ് തളിപ്പറമ്പിലായി. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ആ പ്രക്രിയ നടക്കുകയാണ്. അപ്പൊ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ നമുക്കാവും. മുമ്പ് MLA ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ ഞാൻ 10 ആൾക്ക് തൊഴിൽ കൊടുത്തു എന്ന് പറയുന്ന ഒരു പദ്ധതിയും നടപ്പിലാക്കിയിരുന്നില്ല. ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഇപ്പോൾ 1000കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുത്തു. ഈ MLAയുടെ ഓരോ മണ്ഡലത്തിലും എന്ന് പറയാൻ കഴിയുന്ന പുതിയ ചിത്രത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. കണക്കിന്റെ തളിപ്പറമ്പ് മാതൃകയായിരുന്നു. ആ മാതൃകയാണ് ഇപ്പോൾ എല്ലാവരും പിന്തുടരുന്നത്. അപ്പോൾ നമുക്ക് പുതിയ തലത്തിലേക്ക് വരണം. കണക്കിന്റെ തളിപ്പറമ്പ് അതിന്റെ ഭാഗമാണ്. അതാണിപ്പോ KSK തീരുമാനിച്ചത്. അത് തന്നെയാണ് നോളജ് എക്കണോമിഷൻ തീരുമാനിച്ചത്. അതല്ലാണ്ട് വ്യാവസായിക ശൃംഖലയിൽപ്പെട്ടവർ കേരളത്തിലേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുന്നു. 1.18 ലക്ഷം കോടിയുടെ പുതിയ വ്യവസായം കേരളത്തിൽ ആരംഭിക്കാമെന്ന് സമ്മതപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നു. 1.18 ലക്ഷം കോടി. ഇതാണ് കേരളം. വെറുതെ അവിടെ ഇവിടെ നടന്നു പറയല്ല. 1.18 ലക്ഷം കോടി. പിണറായി ഉദ്ഘാടന പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പിണറായി അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം പറയുകയുണ്ടായി. അതിവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. പിണറായി പറഞ്ഞു, രാജീവൻ വിളിച്ചു മന്ത്രി ഒന്ന് കാണേണ്ടതുണ്ട്. ശരി വന്നോ പറഞ്ഞു. അല്ല, ഒരു വ്യവസായി കൂടിയുണ്ട് വന്നോ പറഞ്ഞു. അങ്ങനെ വ്യവസായി കൂടി രാജീവൻ മന്ത്രി വന്നു. ഞങ്ങൾ കുശലാന്വേഷണം നടത്തി. അതിനുശേഷം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളിവിടെ? അപ്പോൾ പറഞ്ഞു, ഞാൻ വ്യവസായം ആരംഭിക്കാം, ഇൻവെസ്റ്റ്മെന്റ്. എത്രയാണെന്ന് ചോദിച്ചില്ല. ആദ്യം 1000-2000 പ്രതീക്ഷിച്ചത്. ഇന്ത്യയുടെ പ്രതീക്ഷിച്ചത് 2000-3000 ആണ്. അതുകൊണ്ട് എത്രയാണെന്ന് ചോദിച്ചില്ല. ഏതായാലും വ്യവസായിയാണ്. അപ്പോൾ അദ്ദേഹം കേരളക്കാരനോ മലയാളികളോ ഇന്ത്യക്കാരനോ എല്ലാം ഇന്ത്യക്ക് വെളിയില്ല. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് കേരളത്തെ ഈ വ്യവസായം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ച് നിങ്ങളിവിടെ വന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുക, ഞങ്ങൾ ഈ ഇന്ത്യ ലോകം മുഴുവൻ പരിശോധിച്ചു. സമാധാനപരമായ അന്തരീക്ഷത്തിൽ വ്യവസായം നടത്തിക്കൊണ്ടുപോകാനുള്ള പിന്തുണയുള്ള നാട് ഈ കേരളമാണ് എന്നെനിക്ക് മനസ്സിലായി.
ഈ ഇന്ത്യക്കാരനല്ല കേട്ടോ, കേരളക്കാരനുമല്ല, വിദേശിയാണ്. അദ്ദേഹം പറയുകയാണ് ഇതാണ് കേരളമാണെന്ന് എനിക്ക് മനസ്സിലായി, സൗഹൃദ അന്തരീക്ഷമുള്ള നാട്. എന്നിട്ട് അപ്പോഴാണ് പിണറായി ചോദിച്ചത് നിങ്ങൾ എത്രയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോഴാണ് പറഞ്ഞത് 3 ലക്ഷം കോടി. കേരളമല്ല, 3000 അല്ല, 3 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ കേരളത്തിൽ വരികയാണ്. അത് ഞാൻ നേരത്തെ